നമസ്കാരം. ഇതൊരു സമ്മാന വിതരണത്തിൻ്റെ സ്നേഹ സമ്മാനം നൽകിയതിൻ്റെ ചിത്രമാണ്. കുറച്ച് പഴയതാണ്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിക്ക് പോളണ്ടിൻ്റെ തീവ്ര വലതുപക്ഷക്കാരനായ പ്രസിഡന്റ് കരോൾ നവറോക്കി പോളണ്ടിൻ്റെ പരമോന്നത ബഹുമതി ഓർഡർ ഓഫ് ദി വൈറ്റ് ഈഗിൾ നൽകിയ ചിത്രമാണ്. എന്നാൽ ഇന്ന് ഈ ബഹുമതി പോളണ്ട് പിൻവലിച്ചിരിക്കുന്നു. അതിൽ പ്രതിഷേധിച്ച് യുക്രൈനിലെ പ്രമുഖരായ നേതാക്കളെല്ലാം തങ്ങൾക്ക് പോളണ്ടിൽ നിന്ന് ലഭിച്ച പുരസ്കാരങ്ങൾ കൂട്ടത്തോടെ തിരികെ നൽകാനും തീരുമാനിച്ചു. റഷ്യൻ അധിനിവേശം അതിൻ്റെ നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ, സമാധാന ചർച്ച എങ്ങോട്ട് എങ്ങനെ എന്നൊന്നും അറിയാതെ ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുമ്പോൾ, യുക്രൈനിലെയും സെലൻസ്കിയെയും കണ്ണും പൂട്ടി പിന്തുണച്ച പോളണ്ടുമായി ഇങ്ങനെയൊരു സംഘർഷം ലോകം പ്രതീക്ഷിച്ചതല്ല. എന്താണ് സംഭവിച്ചത്? ആരാരെയാണ് ചതിച്ചത്? എല്ലാത്തിനും കാരണം പോളണ്ടുകാരെ കൂട്ടക്കൊല ചെയ്ത യുക്രൈൻ ഇൻസർജൻ്റ് ആർമി എന്ന ചരിത്രത്തിലെ ആ ഇരുണ്ട അധ്യായമാണ്. വിശദമായി നമുക്ക് നോക്കാം. പോളണ്ട് ആഭ്യന്തരമായി തന്നെ യുക്രൈനുമായി ചില വൈകാരിക ചരിത്ര സന്ദർഭങ്ങളിൽ കടുത്ത വിയോജിപ്പുകളുള്ള രാജ്യമായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് 10,000-കണക്കിന് പോളണ്ടുകാരുടെ കൂട്ടക്കൊല നടത്തിയ യുക്രൈൻ ഇൻസർജൻ്റ് ആർമി UPA എന്ന സംഘടനയെ വീരപരിവേഷത്തോടെ ഇന്നും വാഴ്ത്തുന്ന വലിയ വിഭാഗം യുക്രൈനിലുണ്ട്. ഭരണാധികാരികളും അങ്ങനെ തന്നെയാണ്. എന്നാൽ പോളണ്ടിൽ ഇടതുപക്ഷ സ്വഭാവമുള്ള രാഷ്ട്രീയ നേതൃത്വം മാറി വലതുപക്ഷ നേതൃത്വം വന്നതോടെ ആ ശത്രുതയെല്ലാം പഴങ്കഥയായി. കടുത്ത വലതുപക്ഷക്കാരനായ കരോൾ നവറോക്കി എത്തിയതോടെ ഉപാധികളില്ലാത്ത സൗഹൃദത്തിലേക്ക് ഇരു രാജ്യങ്ങളും പോയി. റഷ്യയുടെ അധിനിവേശവും യുദ്ധവും ആരംഭിച്ചതോടെ യുക്രൈനിൻ്റെ ലോകത്തിലെ ഏറ്റവും ശക്തരായ പിന്തുണക്കാരായി പോളണ്ട് മാറി. എന്നാൽ അസാധാരണമായി കുറച്ചുനാൾ മുമ്പ് സെലൻസ്കി ഒരു നീക്കം നടത്തി. ആഭ്യന്തര രാഷ്ട്രീയത്തിൽ മേൽക്കൈ നേടുന്നതിന് കൂടി ലക്ഷ്യമിട്ട് പോളണ്ടിൻ്റെ ചരിത്രത്തിലെ ഒരു മുറിവിൽ കുത്തി. അവരുടെ ഒരു സൈനിക യൂണിറ്റിന് യുക്രൈൻ ഇൻസർജൻ്റ് ആർമി എന്ന് പേരിട്ടു. ഈ തീരുമാനം പോളണ്ടിൽ ശക്തമായ പ്രതിഷേധത്തിന് ഇടയാക്കി. യുദ്ധഭൂമിയിൽ റഷ്യയോട് പോരാടുന്ന യുക്രൈനിന് ഇത് വെറും ചരിത്ര സന്ദർഭം, വിവാദം ഒന്നുമല്ല. നയതന്ത്രപരമായി സ്വയം സൃഷ്ടിച്ച ഒരു പ്രതിസന്ധിയാണ്. ഇതോടെ സെലൻസ്കിക്ക് നൽകിയ പരമോന്നത പുരസ്കാരം പോളണ്ട് പിൻവലിച്ചു. അതിന് പിന്നാലെ യുക്രൈൻ വിദേശകാര്യമന്ത്രി ആന്ദ്രെ സിബിക, രഹസ്യാന്വേഷണ വിഭാഗം മേധാവി കിറിലോ ബുഡനൌ, പോളണ്ടിലെ യുക്രൈൻ സ്ഥാനപതി വാസിൽ ബോദിനർ എന്നിവർ തങ്ങൾക്ക് ലഭിച്ച പോളിഷ് ഓർഡർ ഓഫ് മെറിറ്റ് പുരസ്കാരങ്ങളും തിരിച്ചു നൽകും എന്ന് പ്രഖ്യാപിച്ചു. 1942 രൂപം കൊണ്ട യുക്രൈൻ ഇൻസർജൻ്റ് ആർമി സ്വതന്ത്ര യുക്രൈന് വേണ്ടി രംഗത്തിറങ്ങിയ സംഘടനയാണ്. അതിൻ്റെ മുഖ്യ പോരാട്ടങ്ങളിൽ ഒന്ന് റഷ്യക്കും പോളണ്ടിനും എതിരായിട്ടായിരുന്നു. അന്ന് റഷ്യയുടെ പൊതു നിലപാടുകളെ ചോദ്യം ചെയ്തുകൊണ്ട് രാജ്യത്ത് കലാപം വിതച്ചുകൊണ്ട് മുന്നേറിയ സംഘടന എന്നാണ് USSR വിളിച്ചിരുന്നത്. റഷ്യയും പുടിനും എക്കാലത്തും പറഞ്ഞുകൊണ്ടിരുന്നത് അതേ മാനസികാവസ്ഥയിൽ ആണ് യുക്രൈൻ ഇപ്പോഴും ഉള്ളത് എന്നാണ്. സെലൻസ്കി UPAയുടെ പ്രത്യയശാസ്ത്രമാണ് പിന്തുടരുന്നത് എന്നാണ്. UPAയെ യുക്രൈനിലെ പല ദേശീയവാദികളും സ്വാതന്ത്ര്യ സമര സംഘമായി കാണുന്നു. യുക്രൈനു വേണ്ടി പോരാടിയ സംഘം, സോവിയറ്റ് റഷ്യക്കെതിരെ നടത്തിയ പോരാട്ടത്തിൽ നേതൃപരമായ പങ്കുവഹിച്ച സംഘടന. സോവിയറ്റ് യൂണിയൻ അന്ന് UPA വിഘടനവാദ സംഘടനയായി കരുതിയിരുന്നു. രാജ്യത്ത് ആഭ്യന്തര സംഘർഷങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സംഘമായി കണ്ടാണ് നടപടികൾ കൈക്കൊണ്ടിരുന്നത്. പിന്നീട് സോവിയറ്റ് യൂണിയൻ വ്യത്യസ്ത രാഷ്ട്രങ്ങളായി. ഗോർബച്ചേവിൻ്റെ നയം നടപ്പാക്കി. സ്വതന്ത്ര യുക്രൈനിൽ സോവിയറ്റ് നിയന്ത്രണത്തിനെതിരെ പോരാടിയ ഒരു പ്രതിരോധ പ്രസ്ഥാനം എന്ന നിലയിൽ ആ രാജ്യം യുക്രൈൻ സംഘടനയെ കണ്ടു. യുക്രൈന് അവർ ഹീറോകളായി. എന്നാൽ പോളണ്ടിൻ്റെ ചരിത്ര സ്മരണയിൽ UPAക്ക് മറ്റൊരു മുഖമുണ്ട്. 1943-44 കാലഘട്ടത്തിൽ വൊളീനിയയിലും കിഴക്കൻ ഗലീഷ്യയിലുമുണ്ടായ കൂട്ടക്കൊലകളിൽ 10,000-കണക്കിന് പോളിഷ് സാധാരണക്കാർ കൊല്ലപ്പെട്ടിരുന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരപരാധികളായ സാധാരണ ജനങ്ങൾ ആണ് ഇരകളായതെന്നാണ് പോളിഷ് ചരിത്രകാരന്മാർ വിലയിരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ UPAയെ ആദരിക്കുന്ന ഏത് നടപടിയും പോളണ്ടിൽ ഒരു ചരിത്ര മുറിവിനെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നതായി മാറും. ഈ യാഥാർത്ഥ്യം അറിയാതെയല്ല സെലൻസ്കി ഭരണകൂടം തീരുമാനം എടുത്തത്. അതുകൊണ്ട് വിമർശകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യുദ്ധകാലത്ത് ഏറ്റവും ആവശ്യമായത് കൂടുതൽ സുഹൃത്തുക്കളെയാണോ അതോ ചരിത്ര വിവാദങ്ങൾ വീണ്ടും ഉയർത്തി കൂടെ നിൽക്കുന്നവരെയും ശത്രുക്കളാക്കുന്ന അതിദേശീയവാദികളുടെ നടപടി ആണോ എന്ന്. യുക്രൈനിൽ സെലൻസ്കി എടുത്തത് ഈ അതിദേശീയവാദ നടപടിയാണ്. യുദ്ധം നടക്കുന്നു എന്ന ഒരൊറ്റ കാരണത്താൽ അനിശ്ചിതമായി പ്രസിഡന്റായി തുടരുന്ന സാഹചര്യം സെലൻസ്കിക്കുണ്ട്. തെരഞ്ഞെടുപ്പുകൾ യുദ്ധകാലത്ത് യുക്രൈനിൽ സാധ്യമല്ലല്ലോ. അനന്തമായി നീണ്ടുപോകുന്ന യുദ്ധ സാഹചര്യം രാജ്യത്ത് അസ്വസ്ഥതകൾ സൃഷ്ടിച്ചു തുടങ്ങിയിട്ടുണ്ട്. രാജ്യത്തിൻ്റെ അടിയന്തര മുന്നേറ്റം ഏകീകരിക്കപ്പെട്ട ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി നിൽക്കുന്ന പൗരർ, ഇതൊക്കെ പഴങ്കഥയായിക്കൊണ്ടിരിക്കുകയാണത്രേ യുക്രൈനിൽ. ജനങ്ങളിൽ അവിടെയായി പ്രതിഷേധം രൂപപ്പെടുന്നുണ്ട്. ഈ അനൈക്യത്തെ മാറ്റാനും രാജ്യം എന്ന ദേശീയവാദത്തിലേക്ക് ഏകീകരിച്ച് ഐക്യത്തെ ഊട്ടിയുറപ്പിക്കാനും സെലൻസ്കി കണ്ടെത്തിയ മാർഗമാണ് യുക്രൈൻ ഇൻസർജൻ്റ് ആർമിയുടെ പേര് എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. എന്നാൽ അതുണ്ടാക്കിയ കോളിളക്കം സ്വന്തം അടിവേര് തോണ്ടുന്നതായിരുന്നു. റഷ്യൻ അധിനിവേശം ആരംഭിച്ചതു മുതൽ കൈമേയ് മറന്ന് യുക്രൈനൊപ്പം നിന്ന പോളണ്ടിൻ്റെ ദേശീയ വികാരത്തെ മുറിപ്പെടുത്തിക്കൊണ്ടുള്ള നീക്കമായി. റഷ്യൻ ആക്രമണത്തിന് ശേഷം യൂറോപ്പിൽ
യുക്രൈൻ്റെ ഏറ്റവും ശക്തമായ അഭിഭാഷകരെ പോലെ പ്രവർത്തിച്ച രാജ്യമാണ് പോളണ്ട്. ലക്ഷക്കണക്കിന് അഭയാർത്ഥികളെ പോളണ്ട് സ്വീകരിച്ചു. യുക്രൈനിൽ നിന്നുള്ള അഭയാർത്ഥികളെ, ആയുധങ്ങൾ യുക്രൈന് വേണ്ടി എത്തിച്ചു. യൂറോപ്യൻ യൂണിയനിലും നാറ്റോയിലും യുക്രൈൻ്റെ ആവശ്യങ്ങൾക്ക് ശക്തമായ പിന്തുണ നൽകി വാദിച്ചു നിന്നു. അത്തരമൊരു രാജ്യത്തെ അനാവശ്യമായി പ്രകോപിപ്പിക്കുന്ന നടപടിയായി സെലൻസ്കിയുടെ ഏറ്റവും ഒടുവിലത്തെ നടപടി മാറി. ഇക്കാര്യത്തിൽ സെലൻസ്കിയുടെ ലക്ഷ്യം രാജ്യത്ത് രൂപപ്പെടുന്ന അനൈക്യം മാറ്റി തനിക്കൊപ്പം ജനതയെ അണിനിരത്തുക എന്നതായിരുന്നുവെങ്കിലും സംഗതി കൈവിട്ടുപോയി. യുദ്ധം നടക്കുമ്പോൾ ദേശീയവാദ വികാരങ്ങളെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ നേട്ടമുണ്ടാക്കാൻ കഴിയും. എന്നാൽ അന്താരാഷ്ട്ര സഖ്യത്തിൽ അത് അപകടകരമായ നീക്കമായി മാറും, പ്രത്യേകിച്ചും സ്വന്തം നിലനിൽപ്പിന് തന്നെ വിദേശ സഹായം ആവശ്യമായ ഒരു രാജ്യത്തിന്. എന്നാൽ സെലൻസ്കിക്ക് അത് അറിയാത്തതല്ല. പക്ഷേ പ്രസിഡന്റിനെതിരായ മുറവിളി ശക്തമാകും മുമ്പ് മറ്റൊരു നീക്കം വെച്ച് അത് തടയുക, അല്ലെങ്കിൽ കളി മാറുമല്ലോ. അതിനായി ഏറ്റവും വൈകാരികമായ യുക്രൈനിൻ്റെ ഉള്ളു തൊടുന്ന ഒരു കൊലയാളി സംഘത്തിൻ്റെ പേര് ഉപയോഗിച്ചു എന്നതാണ് പോളണ്ടിൻ്റെ കാഴ്ചപ്പാടിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് കൊല്ലപ്പെട്ടവരെ ചരിത്രം ഓർമ്മിപ്പിക്കുമെന്നതൊന്നും സെലൻസ്കിക്ക് വിഷയമായിരുന്നില്ല. മാത്രമല്ല, പഴയ സാഹചര്യമല്ല യുക്രൈൻ ഇപ്പോൾ. യുദ്ധം തുടങ്ങിയ ഘട്ടത്തിൽ പോളണ്ടിൻ്റെ സഹായം അനിവാര്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതില്ലെങ്കിലും മുന്നോട്ട് പോകാം എന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. ഈ തർക്കത്തിലെ യഥാർത്ഥ വിജയി റഷ്യയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. മോസ്കോ വർഷങ്ങളായി യുക്രൈനിലെ ചില ദേശീയവാദ പാരമ്പര്യങ്ങളെ ചൂണ്ടിക്കാണിച്ച് യുക്രൈനെ വിമർശിച്ചു വരികയാണ്. പോളണ്ട് പോലൊരു രാജ്യവും അതേ വിഷയത്തിൽ യുക്രൈനെ ഇപ്പോൾ വിമർശിക്കുകയും ലോക ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്യുമ്പോൾ റഷ്യക്ക് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം രൂപപ്പെടുന്നു. റഷ്യൻ മാധ്യമങ്ങൾക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത് ഇതാണ്: യുക്രൈനെ ഏറ്റവും കൂടുതൽ പിന്തുണച്ച രാജ്യങ്ങൾ പോലും ഇപ്പോൾ അതിൻ്റെ ചരിത്ര നയത്തെ ചോദ്യം ചെയ്യുന്നു എന്ന്. യുദ്ധഭൂമിയിലെ വിജയമല്ലെങ്കിലും നയതന്ത്ര രംഗത്ത് റഷ്യക്ക് നേട്ടമാണ്. കൂടെ നിന്ന് ചതിക്കുന്ന രാജ്യമാണ് യുക്രൈൻ എന്ന് നേരത്തെ തന്നെ പ്രചരണം നടത്തുന്ന റഷ്യക്കുള്ള നേട്ടം. പിന്നീട് യുദ്ധത്തിലേക്ക് നയിച്ചതിനുള്ള കാരണങ്ങളിൽ പ്രധാനം ഇത്തരം പ്രശ്നങ്ങളായിരുന്നല്ലോ. നാറ്റോ അംഗത്വത്തിലേക്ക് യുക്രൈൻ നീങ്ങുന്നതാണ് പ്രാഥമികമായും മുഖ്യമായും അവർ പറഞ്ഞ കാരണം. പുതിയ സാഹചര്യം റഷ്യ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയുമാണ്. സെലൻസ്കിയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നത് റഷ്യയുടെ നേരത്തെയുള്ള നിലപാടാണ്. അത് വീണ്ടും തെളിയിക്കുകയാണ് പുതിയ സംഭവം. റഷ്യൻ സുരക്ഷാ കൗൺസിൽ ഡെപ്യൂട്ടി ചെയർമാൻ ദിമിത്രി മെദ്വദേവ് പോളണ്ടിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയതും ശ്രദ്ധേയമാണ്. പുടിൻ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ റഷ്യക്ക് അനുകൂലമായി അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു രാഷ്ട്രീയ പ്രശ്നമായി ഇത് മാറി എന്നുറപ്പാണ്. ഇതോടെ സെലൻസ്കിയുടെ നേതൃത്വത്തെക്കുറിച്ചും വീക്ഷണത്തെക്കുറിച്ചും രാജ്യത്തിന് പുറത്ത് ചോദ്യങ്ങൾ ഉയരുകയാണ്. യുദ്ധത്തിന്റെ ആദ്യ വർഷങ്ങളിൽ സെലൻസ്കി ലോകത്തിന്റെ സഹതാപവും പിന്തുണയും നേടുന്നതിൽ അസാധാരണ മികവ് പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ യുദ്ധം നീണ്ടതോടെ അദ്ദേഹത്തിന്റെ ചില തീരുമാനങ്ങൾ വിവാദങ്ങൾക്കിടയാക്കി. യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത കക്ഷിയായി സെലൻസ്കിയും യുക്രൈനും മാറുന്നു എന്നത് ഡൊണാൾഡ് ട്രംപ് അടക്കം ഉയർത്തിയ ആരോപണമാണ്. ഇപ്പോൾ പോളണ്ടുമായുള്ള അനാവശ്യ സംഘർഷം അതിലൊന്നായി മാറുന്നു. ഒരു നേതാവിൻ്റെ കഴിവ് സ്വന്തം ജനങ്ങളുടെ വികാരങ്ങളെ മാത്രം പ്രതിനിധീകരിക്കുന്നതിലല്ല, സുഹൃത്തുക്കളുടെ ആശങ്കകളും മനസ്സിലാക്കുന്നതിലാണ് എന്നാണ് നയതന്ത്രജ്ഞർ പറയുന്നത്. പോളണ്ടിൻ്റെ ചരിത്രസ്മരണയെ അവഗണിക്കുന്നതായി തോന്നിക്കുന്ന തീരുമാനം ആ നയതന്ത്ര സൂക്ഷ്മതയുടെ അഭാവമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. സംഭവം നയതന്ത്ര പ്രശ്നമായി മാറിയതോടെ പോളണ്ട് യുക്രൈൻ ബന്ധത്തിൽ ഉലച്ചിൽ തട്ടി എന്നതാണ് ഇപ്പോൾ പറയാവുന്ന കാര്യം. എന്നാൽ റഷ്യയുടെ വിജയം പോളണ്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള വസ്തുതയുണ്ട് ഇപ്പോഴത്തെ നേതൃത്വം. ഇന്നത്തെ യൂറോപ്യൻ രാഷ്ട്രീയ സൈനിക സഹായം മാത്രമല്ല, രാഷ്ട്രീയ മൂലധനത്തെയും ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത് ഈ സാഹചര്യങ്ങൾ. യുക്രൈന് ആ മൂലധനം സൂക്ഷ്മമായി ഉപയോഗിക്കേണ്ട സമയത്താണ് വിവാദം. സന്ദേശം എന്ന മലയാള സിനിമയിൽ ഒരു സംഭാഷണ ഭാഗമുണ്ടല്ലോ, പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുതെന്ന്. സമാന സാഹചര്യം ഇപ്പോൾ പോളണ്ടിൽ ഉണ്ടായിട്ടുണ്ട്. രാജ്യത്തിൻ്റെ പേര് മാറിയിട്ടുണ്ട് എന്ന് മാത്രമാണ്. പോളണ്ടുകാരെ സംബന്ധിച്ച് യുക്രൈനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത് എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. കാരണം ചരിത്രത്തിലെ പോളണ്ടുകാരെ വേട്ടയാടിയ ഒരു സംഘത്തെ വാഴ്ത്തിക്കൊണ്ടുള്ള, ഹീറോകളാക്കി മാറ്റിക്കൊണ്ടുള്ള, വീരപരിവേഷം നൽകിക്കൊണ്ടുള്ള നീക്കം യുക്രൈൻ പ്രസിഡന്റ് നടത്തിയിരിക്കുകയാണ്. അവരോട് ഏറ്റവും അടുത്തു നിന്ന ഒരു രാജ്യത്തെ ജനതയെ തന്നെ എതിരാക്കി മാറ്റിയ വികാരം. റഷ്യ അവിടെ ഉറ്റുനോക്കുന്നു എന്താണ് നടക്കാൻ പോകുന്നത് എന്ന്. ലോകം ചർച്ച ചെയ്ത ഒരു യുദ്ധത്തിൻ്റെ തുടർച്ചയായി ഒടുവിലെത്തിയിരിക്കുന്ന അധ്യായമാണ്. ഇനിയും എന്തൊക്കെ നടക്കുമെന്ന് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.